മണിവാളും ചിലങ്കുമായി നീ വരുമോ പറവയ്ക്കുന്ന വിശ്വലക്ഷ്മി നാരുതി നീ വരുമോ വസന്തകാലം അമ്മ വരദാനവ അച്ഛനോടൊരു ദിനം മുത്തണ്ണേഴും ശിരം അച്ഛനം ചെയ്യുവാൻ തേക്കുതോട് ഗുരുനാഥൻ മണ്ണ് ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങള്. കുത്തനെയുള്ള വളവ്, കുത്തനെയുള്ള കയറ്റമാണ് ഈ കാണുന്നത്. ബൈക്കിലോ സ്കൂട്ടറിലോ കാറിലോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർ തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, വളരെ വളരെ റിസ്കി ആയിട്ടുള്ള റോഡാണ്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഈ റോഡിൽ കൂടി വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. സ്കൂട്ടറുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും സ്കൂട്ടർ യാത്രകൾ ബൈക്ക് യാത്രയ്ക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഈ റോഡിൽ കൂടി വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. സ്കൂട്ടറുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും സ്കൂട്ടർ യാത്രകൾ ബൈക്ക് യാത്രയ്ക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൊടുംവനത്തിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര. റോഡ് വളരെ മോശമാണ്. സ്വകാര്യ വാഹനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ക്ഷേത്രത്തിന് സമീപം എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ഇതേപോലെ ജീപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപം എത്തിയിരിക്കുകയാണ്. ഒരു സാധാരണഗതിയിലുള്ള ഉത്സവ സ്ഥലത്ത് കാണുന്നത് പോലെയുള്ള വിൽപ്പന ഐറ്റംസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയും ഒരു വള ഷർട്ടുകളൊക്കെ ഉണ്ട്. പച്ചമരുന്നുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ക്ഷേത്രത്തില് നല്ല തിരക്കാണ്. ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ എയ്ഡ് പോസ്റ്റുകളൊക്കെ ഇവിടെ കാണാനായിട്ടുണ്ട്. തേക്കുതോട് ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. ഇവിടെ ശിവരാത്രി മഹോത്സവം വലിയൊരു ഉത്സവമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഗുരുനാഥൻ മണ്ണ് എന്ന സ്ഥലത്ത്, തേക്കുതോടിലെ ഗുരുനാഥൻ മണ്ണ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉൾവനത്തിലാണ് ഈ ക്ഷേത്രം. അജ്ഞതയുടെ അന്ധകാരമകറ്റി ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന രാത്രിയാണ് മഹാശിവരാത്രി. മഞ്ഞണിഞ്ഞ മാമലകൾക്ക് നടുവിൽ ഭക്തിസാന്ദ്രമായ ആലുവാങ്കുടി ശ്രീ മഹാദേവ സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാത്രി 8:30 മുതൽ പുഷ്പാഭിഷേകം, രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ അന്നദാനം, രാത്രി 9 മണി മുതൽ ലേലം, രാത്രി 10 മണി മുതൽ പവിത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. അനൗൺസ്മെന്റ് വാഹനം മാറ്റേണ്ടതാണ്. നിങ്ങളുടെ ഐറ്റംസേ ഉണ്ട്.
ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരികെ പോവുകയാണ്. അമ്പലത്തിലേക്ക് ആൾക്കാരുടെ ഒഴുക്കാണ്. അസിയത്തോട് കരാം, അസിയത്തോട് ഡെയിലി പൈസ ഉള്ളാന്ന് വരുന്നോ? ഇതാണ് റോഡിന്റെ അവസ്ഥ. ഇത് റിസർവ് ഫോറസ്റ്റാ, അതുകൊണ്ടാ റോഡ് ശരിയാകത്തില്ലേ? ശരിയാകും. ഈ കുടയാത്രയൊക്കെ കണ്ടില്ലേ? അത് ഇതുപോലെ തന്നെയല്ലേ? എത്ര വർഷമായി? സ്വകാര്യ SUV-കളൊക്കെ മുകളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. പക്ഷെ കഴിവതും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത്ര ദുർഘടമായിട്ടുള്ള റോഡാണ്. റോഡിന് വീതി കുറവാണ്. ഇപ്പോഴിവിടെ ഇവിടെ താഴെ ഷെയർ ഇട്ടിട്ട് നമുക്ക് വാഹനങ്ങൾ ലഭ്യമാണ് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെയുള്ളത് പ്രിഫർ ചെയ്യുക. കാരണം വില കൂടിയ SUV-യിലും മറ്റും ചെറിയൊരു പോറലേറ്റാൽ പോലും ആയിരക്കണക്കിന് രൂപയുടെ 10,000-കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ വാഹനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരരുതെന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ സനൽഭായിയും സൈസ് ഭായിയും ഒക്കെ ഒപ്പമാണ് വന്നതെങ്കിലും ഞങ്ങൾ കൂട്ടം തെറ്റിപ്പോയി. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അപ്പം അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ കൂട്ടം തെറ്റിപ്പോയി. ഇപ്പം തിരിച്ച് കൂട്ടം തെറ്റി തന്നെ താഴോട്ട് വരികയാണ്. അപ്പം നമ്മുടെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ പേരെങ്ങനെയായിരുന്നു? റോഡിലോട്ട് തന്നെ നോക്കി വണ്ടി ഓടിച്ചു. അപ്പം ഈ ക്ഷേത്രത്തിന്റെ പേരെങ്ങനെ? ഓക്കെ. ഇവിടെ എന്നാണ് ഈ ഉത്സവം? മാസപൂജയുണ്ട്, എല്ലാ മാസപൂജയും. പിന്നെ ശിവരാത്രിക്കാണ് മെയിൻ ഉത്സവം. ശിവരാത്രിക്കാണ് മെയിൻ ഉത്സവം. ശിവരാത്രിയുടെ അന്ന് ഏകദേശം എത്രത്തോളം ആൾക്കാർ വരും? 1,00,000-ഓളം ആൾക്കാർ വരും അല്ലേ? എന്തായാലും 50,000 പേര് മേളിലുണ്ട്. കാരണം അതുപോലുള്ള ആൾക്കാർ ഒഴുകുന്നതാണ് കാണുന്നത്. മാസപൂജ എല്ലാ മാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി അല്ലേ? അപ്പം അന്നും ഈ താഴത്തെ സ്ഥലത്തിന്റെ പേരെങ്ങനെ? കരിമാൻതോട്. കരിമാൻതോട് വരെ ബസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അവിടുന്ന് ഇതുപോലെ ഷെയറില് ജീപ്പുകളിൽ ലഭിക്കും അല്ലേ? ആളുണ്ടോടാ? ആളുണ്ടോ? നമ്മുടെ പേരെന്താ? ലിജോ. ലിജോ ഈ നാട്ടുകാരനാ? അതെ. കണ്ടത്തോട്. പത്തനംതിട്ടയിൽ നിന്ന് ഇവിടോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പത്തനംതിട്ട കുമ്പഴ, കോന്നി, ഞങ്ങൾ കോന്നി വഴിയാ വന്നത്. 2 വഴിയും വരാം. 2 വഴി. തണിത്തോട് വന്നിട്ട് തണിത്തോട് മൂഴിന്ന് തേക്കോട് കരുമാന്തോട് അല്ലേ? ഓക്കെ. എന്തായാലും നല്ല ഒരു യാത്രയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഒരിക്കലും സ്വകാര്യ വാഹനങ്ങളിൽ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. ഇതാ കണ്ടില്ലേ, പെട്ടുകിടക്കുന്ന കണ്ടോ? സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണ് സ്വകാര്യ വാഹനങ്ങളുമായിട്ട് വരുന്നത്. കാരണം ഇവിടെയുള്ള ആൾക്കാർ വാഹനം ഓടിക്കുന്ന പോലെ നമ്മുടെ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റില്ല. മുഴുവൻ ബ്ലോക്കാണ്. മുഴുവൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ മുഴുവൻ ബ്ലോക്ക്. ഈ ബ്ലോക്കിനെല്ലാം കാരണം ഈ സ്വകാര്യ വാഹനങ്ങളുമായിട്ട് വരുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇതാണ് കരിമാൻതോട് ജംഗ്ഷൻ. നമ്മുടെ ഉത്സവങ്ങളെ കുറെ കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യകത ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. കണ്ടില്ലേ, ഈ കാലഘട്ടത്തിൽ
ഉത്സവങ്ങളോടനുബന്ധിച്ചുകൊണ്ട് ഇതുപോലെ പേപ്പർ വേസ്റ്റുകൾ കണ്ടമാനം പ്രകൃതി മുഴുവൻ വരുന്നുണ്ട് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം.